അതെ, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കുക. അത് ശോഷിച്ച വാക്ക് പറഞ്ഞ് സ്വന്തം അവിടെ ഇവിടെയും പറഞ്ഞാൽ നിന്റെ ശോഷിച്ച അവസ്ഥ, നിന്റെ ശോഷിച്ച നാവ് തന്നെയാണ് പറയണത്. നിന്റെ ശോഷിച്ച നാവ് മനസ്സിലാവാ. നിന്റെ പോലത്തെ കുണ്ടക്കളിയും കുമ്മുട്ടി കോഹലാലി ചെയ്യണം ഗുഡ്കിയും കഴിച്ച് അവരുടെ വളിഞ്ഞ മോന്തയാണ്. അവർ വളിഞ്ഞ നിന്റെ പോലെ ഞാൻ ചെയ്ത് നടന്നിട്ടില്ലേ, വളിഞ്ഞ മോന്ത ഇങ്ങനെ 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 ഇരുന്നിട്ട് ഞാൻ വിടർന്ന് ഇങ്ങനെ നല്ല വിടർന്നിരിക്കണേ, ഇങ്ങനെ ഇരുന്നിട്ട് കുരുട്ട് മോന്ത പോലെ വരണേ. അവരുടെ ശരീരം നിറച്ച് രോമ കറുത്തിട്ട് എന്നിട്ട് വൃത്തികെട്ട മോന്തയാണ്, കുരുട്ട് മോന്തയാണ് വളർന്നു വരണം, ഒടിഞ്ഞിരിക്കണ മോന്ത. അവർ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയില്ല വെഡ്ഡി, മനസ്സിലാവണ്ട. അവർ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് സംസാരിക്കില്ല. റോമൻ കാത്തലിക്സിനും വിഡ്ഡി ആന്റി ക്രൈസ്റ്റ് ഹിന്ദുസിനൊക്കെ സപ്പോർട്ടായിട്ടാണ് വിഡ്ഡിത്തം ചെയ്ത് നടക്കണം. വിഡ്ഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫ്, വിഡ്ഡി ക്യാമറ ചെയ്യുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ 500-100 വർഷം മുമ്പ് ആരൊക്കെ ജീവിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഈ വിഡ്ഡി ക്യാമറ കാരണം നടന്നതാണ് അല്ല. ഒരു 120 വർഷം മുമ്പ് ക്യാമറ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചോദിക്കുന്ന പറഞ്ഞു. എനിക്ക് ആ വിഡ്ഡി ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് കൂട്ടുണ്ടെങ്കിൽ മലയാളം അറിയില്ലേ, അതിന് കൂട്ടും. ഞാൻ മൂത്തതല്ല, എനിക്ക് വെഡി ക്യാമറയുടെ കണക്ഷൻ എന്താ, ഞാൻ നോക്കിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കും ഇല്ലേ? ഞാൻ ചോദിച്ചിരിക്കും അല്ലേ? എന്തായാലും ചോദിക്കും. അതാ പറഞ്ഞ ചോദിച്ചിരിക്കും. അപ്പോൾ ക്യാമറയിൽ കണക്ഷൻ ഇല്ല എന്നോണം വീണ്ടും പറയാനാണെങ്കിൽ വീണ്ടും നിങ്ങളായിരുന്നു തൊട്ടി വാങ്ങും. സ്വന്തം തന്തയും തള്ളയും നേരത്തെ 65 വയസ്സിൽ 69 വയസ്സിലും അത് കോണിപ്പടിക്ക് അപമാനം, കോണിപ്പടിന്ന് വീട്ടുപേര് അപമാനമായിട്ട് ഉരുണ്ട് വീണത് വെറുതെ അല്ല. അതാണ്ട് 69-95 വയസ്സിലും വിറങ്ങലിച്ച് പുഴുത്ത് നാറി അൾസർ പിടിച്ച് ചത്തതൊന്നുമല്ല. മനസ്സിലാവും, പനി പിടിച്ച് ചത്തതൊന്നുമല്ല. അപ്പം മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കും. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ചത്തത രണ്ടുപേരും. അതും കല്യാണം കഴിഞ്ഞ് 6, 7, 8, 10 വർഷമായിട്ടുള്ളേ. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക എന്താ നിങ്ങളുടെ വിഡിത്തന്ന്. അല്ലെങ്കിൽ ശരിക്കും അമ്മയുടെ അമ്മയ്ക്ക് മരിച്ചത് 30 വർഷം കഴിഞ്ഞിട്ടാണ്, കല്യാണം കഴിഞ്ഞിട്ട് 30-35 വർഷം കഴിഞ്ഞിട്ട്. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക എന്തിനാ ഇപ്പോഴേ നടക്കണേന്ന്. അപ്പോൾ ഏത് സമയത്ത് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ട്. 2000 തൊട്ടാണെങ്കിലും ഏത് സമയം തൊട്ടാണെങ്കിലും 96 തൊട്ടാണെങ്കിലും ഏത് ഞാൻ ജനിച്ച തൊട്ടാണെങ്കിലും പേ പൂവെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പേ പൂവുകളൊന്നും ഇതുപോലെ പറയില്ല. ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ബാപ്റ്റിസ്റ്റ് ചെയ്ത് മുങ്ങി നിവർന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നതിൻ്റെ അർത്ഥം. പേയും പൂവും ഗുഡ്കിയും ഡ്രഗ് അടിച്ച് ഗുഡ്കിയും പിടിച്ച് നടക്കണവർ ഇതേ ഞാൻ ഇതിനെ ആശ്രയിക്കണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വന്നിട്ട് വിഷമം എന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് ഉണ്ടായിട്ട് പറയുന്നത് വ്യത്യാസമുണ്ട്. ഗുഡ്കിയും കഴിച്ച് ബീഡിയും വലിച്ച് സിഗരറ്റും വലിച്ച് ഒരു 5 വർഷം 10 വർഷം അതിന് മുമ്പ് ഈ 15 വർഷം ആക്ടിങ് ഒന്നുമല്ല, കുടിച്ച് നടന്നതിനെ മൂക്കുപൊടിയും വലിച്ച്. എന്നിട്ട് ഈ വർഷം കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടാവും, ശോഷിച്ച സാധനങ്ങൾ എൻ്റെ റൂമിൽ. അത് ഗുഡ്കിയും കഴിച്ച് ഇപ്പോഴും കയ്യിൽ വെച്ച് നടക്കും. ഒരു സാധനം പാക്കറ്റ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാവാണ്ട് ചിന്തിക്കുന്ന പറയുന്നത് വ്യത്യാസമുണ്ട്, ഉണ്ടായിട്ട് ചിന്തിക്കുന്ന വ്യത്യാസമുണ്ട്. അത് പെടും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കും. നിന്റെ പോലെ വിഡ്ഢികളെ പെട്ടതലത്തി കുടവേറൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഇത്ര ഉണ്ടാവും. ആ കുടവേർത്തി തലയോടുമ്പോൾ ഇതല്ല, ഇത് ഇങ്ങനെ പരന്ന് കിടക്കണേ. വ്യത്യാസം മനസ്സിലാക്കുക. അത് ഇരിക്കുമ്പോൾ വരുന്നതാണ്. അത് മനസ്സിലാക്കാൻ പഠിക്കും. അത് നിന്റെ പോലെ പെട്ടതലത്തിയും കുടവേർത്തി ഇത്ര ഉള്ളത് വ്യത്യാസം മനസ്സിലാക്കാൻ പഠിക്കും. അയാളുടെ ശോഷിച്ച ശോഷിച്ച ഇതൊക്കെ കേൾക്കിട്ട് മനസ്സിലാക്കിയിട്ട് ആൻറ്റിക്രൈസ്റ്റ് ശോഷിച്ച മുസ്ലിംസും ആൻറ്റിക്രൈസ്റ്റ് ശോഷിച്ച ഹിന്ദുസും ആൻറ്റിക്രൈസ്റ്റ് ശോഷിച്ച റോമൻ കാത്തലിക്സ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. മുഖത്ത് നോക്കി സംസാരിക്കണം, അല്ല അവിടെ ഇവിടെ ഇല്ല. അത് നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ, നിങ്ങളുടെ ശോഷിച്ച നാവ കാണിക്കണം അല്ലേ? നീ ആരാ എന്നോട് കണ്ടു പറയണ്ടെന്ന് പറയാനായിട്ട്? നീ ആരാ? അത് ഞാൻ പറയും, എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ പറയും. എന്താ വെച്ചാൽ ഞാൻ അവിടെ ജീവിക്കേണ്ടതല്ലേ. അത് എനിക്ക് പറയേണ്ട വേണ്ടെന്നാണെങ്കിൽ പറയില്ല. ഓരോ കാര്യം പറയും. ഞാനിങ്ങനെ ആരും ശോഷിച്ച വാക്കുകൾ പറയാനോ വീട്ടുകാരെ കുറിച്ചോ അത് ഉണ്ടാവാത്ത കാര്യം പറയണേ. വീട്ടുകാരെ കുറിച്ചോ പരിസരത്തുള്ള ആൾക്കാരെ കുറിച്ചോ ശോഷിച്ച വാക്കുകൾ അങ്ങനെ കാര്യം പറയാൻ പറ്റില്ല. ഈ ശോഷിച്ച കാര്യം പറയുമ്പോൾ ആ കാര്യം അങ്ങനെയാണ് പറയണേ. ഫുള്ള് ഉണ്ടാവാത്ത കാരണം പൂർണ്ണ അറിവോടെയുള്ള സദ്വചനങ്ങളെ പറയണേ അല്ലേ? സെന്റൻസസ് പറയണ എൻ്റെ വായിന്ന് അല്ലേ? വേർഡ്സ് പറയണം. അവ മനസ്സിലാക്കാൻ പഠിക്കും. ഏതെങ്കിലും ക്ലീശ ഒടിഞ്ഞ് നടക്കണവരിത് പറയും. അപ്പം എനിക്ക് ഇപ്പം എൻ്റെ കൂടെ ഇതും പറയാം, ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. അത് പറയേണ്ട സമയത്ത് പറയുള്ളൂ. എൻ്റെ പറയേണ്ടാത്ത സമയത്ത് പറയണമെന്ന് തോന്നണല്ലേ. അപ്പം ആരെങ്കിലും പറയുമോ? ആർക്കും ഈ വെഡ്ഡികളെ ബോധിപ്പിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ വെഡ്ഡിത്തത്തിൽ നിങ്ങളവരോട് എന്ത് ചെയ്യാൻ? ഏതെങ്കിലും കുഞ്ചുവാരൊരു കുമ്മുട്ടി ക്രിസ്ത്യാനിറ്റി ആയിട്ട് എൻ്റെ അടുത്തോടെ പോകേണ്ട വെഡ്ഡി അവരിതുപോലെ പറയോ? ഞാൻ ഇഷ്ടപ്പെട്ടല്ല പറഞ്ഞത്. അപ്പം ഞാൻ എപ്പോഴും പുഞ്ചിരി വരില്ല. മനസ്സിലാക്കാൻ പഠിക്കി. ഓരതിനു കൂടെ പറയാം, വീട്ടിൽ പാതിരി വേഷം കെട്ടണ പോലെ ചെയ്യാൻ പാടില്ല. റിപ്പീറ്റഡ് സാക്രിഫൈസ്, മുങ്ങി നിവരാൻ പേടി കാണിക്കരുത് എന്നാ പറയണം. മുങ്ങി നിവരാൻ പേടി കാണിക്കരുത്. 3 തുള്ളി വെള്ളം പാതിരി കൊണ്ട് ആവശ്യമില്ലാത്ത പാതിരിയുടെ ആവശ്യമില്ല നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് 3 തുള്ളി വെള്ളം ഒഴിക്കുന്നതല്ല ശരി.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മധ്യസ്ഥനുള്ളൂ, ഒരു മഹാപുരുതനുള്ളൂ, ഈ ജീവനുള്ള ദൈവം മാത്രം പരിശുദ്ധനുള്ളൂ. കുറെ പാതിരികൾ ആരാധിച്ചും ജീവനില്ലാത്ത നശ്വരമായ സ്ത്രീകളെയും നശ്വര കന്യകളൊക്കെ അതെന്താ കുറെ കുട്ടികളുണ്ടാക്കിയിട്ടല്ല ഉണ്ടായിക്കണേന്ന് കാണിക്കാനാണ്, കടിഞ്ഞൂലായിട്ട് ഉണ്ടായിക്കണേന്ന് കാണിക്കാനാണ്. അല്ലാണ്ട് കന്യകനെ ആരാധിക്കാൻ നശ്വരമായ സ്ത്രീ നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വര മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ല. എനിക്ക് കുറെ മരിച്ചവരെ ആരാധിക്കുന്നത് തെറ്റാണ്. ജീവനില്ലാത്ത പ്രതിമയും കുറെ ക്യാമറ വെച്ച് കാണിക്കുന്നതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷി കാണിക്കുക. എന്തൊരു പെണ്ണ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ചുകൊണ്ടിരിക്കുക അവിടെ. നിങ്ങൾക്ക് നിന്റെ അടുത്തിരിക്കണം വൃത്തികെട്ട വിഡ്ഢി ജെൻഡർ പെണ്ണ് പറയുന്നത്. നിന്നോട് എന്തെങ്കിലും സംസാരിക്കാറുണ്ട് ഇതിനെ കുറിച്ച്, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച്? ക്ലീശകൾ ഇതുപോലെ പറയോ? ഞാൻ ഒരു 6 മണി, ഇന്നിപ്പോ 7 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. ഒരു 11 മണി തൊട്ട് 6 മണി വരെ ഞാൻ നിന്ന് പ്രസ്താവിച്ചില്ലോ. ആരും പറയിപ്പിക്കാണ്ട്, ആരെയും പറയിപ്പിച്ച മാത്രം കുറെ അപ്പുറം അവിടെ ഇവിടെ പറയിപ്പിച്ച്, വേറെ ആരും പറയിപ്പിച്ച് 2 മണിക്കൂർ തയ്ക്കാണ്ട് കുറെ പറയും. ഇത് പറയിപ്പിക്കാണ്ട് ഒരു ഗ്ലാസ് പകുതി ഗ്ലാസ് അവിടെ വെള്ളം ഇരിക്കുന്നുണ്ട്, അതുപോലും കുടിക്കാണ്ട് പിന്നെ 11 മണി തൊട്ട് 6 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 7-8 മണിക്കൂറുണ്ട് ഇല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവന്റെ അടുക്കളയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് പിന്നെ വന്ന് 9:30 വരെ ഉറങ്ങിയിട്ട് 9:30 ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അത്രയും കോൺസെൻട്രേഷൻ സ്ട്രെങ്ത് ഉണ്ടല്ലോ. നിന്ന് പ്രസ്താവിച്ചു 11 മണി 7 വരെ. അത് ഉറങ്ങേണ്ട സമയത്ത് 11 മണി തൊട്ട് 6 മണി വരെ രാവിലെ പുലർച്ചെ നേരത്ത്. അത് ഉച്ചയ്ക്കും രാവിലെ നേരത്തല്ല, നേരെ വെളുത്തിരിക്കുന്ന സമയത്തല്ല. അപ്പൊ മനസ്സിലാക്കല ആർക്ക് സ്ട്രെങ്ത്. നിന്റെ പോലെ പെട്ടത്തലയത്തി കൊടവേരത്തികൾ എത്രത്തോളം ഉണ്ടാവും? അല്ലെങ്കിൽ നിന്റെ പോലെ ഉണ്ടാവാണ്ട് ചിന്തിക്കുന്ന കുടിച്ച് നടന്നതിനെ ഡ്രഗ് അടിച്ച് നിന്റെ പോലെ ദേഷ്യം വരണ്ടെങ്കിൽ നിന്റെ താഴെ നീ കുടിച്ചിലൊക്കെ ഇട്ട് നിന്നെ ആശ്രയം കൂടി നടക്കണില്ലേ? കുടിച്ചിലൊക്കെ ഇട്ട് ഡ്രഗ് അടിച്ച് മൂക്കിപ്പൊടി വിളിച്ച് നടക്കണില്ല ഉണ്ടാ? ഒരു 10 വർഷം 5 വർഷം നടന്നിട്ട് വീണ്ടും പാക്കറ്റിൽ സൂക്ഷിച്ച പാക്കറ്റ് എന്നിട്ട് അത് വീണ്ടും കുടിച്ച് നടക്കും 30 വർഷം. ഉണ്ടായില്ല അങ്ങനെ. ആരെയും വൃത്തികെട്ട സാധനങ്ങളുണ്ട് എനിക്ക് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് 5 വർഷം 10 വർഷം 5 വർഷം 20 വർഷം അങ്ങനെ നടന്നുണ്ടാ? ഇല്ല. പിന്നെ ഏത് വെട്ടിക്കാണ്ട് നീ സ്വപ്നം കാണണേ? ഉണ്ടാവാണ്ട് പറയുന്നത് അല്ലാണ്ട് ഉണ്ടായി ഞാൻ കുറെ കുടിച്ച് നടന്നു 30 വർഷം 40 വർഷം കുടിച്ച് നടന്നു പിന്നെ പറയുന്നതാണോ? അല്ല. അങ്ങനെ പറയണ ദേഷ്യം വരുള്ളതിനർത്ഥം കുടിച്ച് പറയണത് പറഞ്ഞത് തന്നെ. ഇത് എത്ര വർഷം പറഞ്ഞിട്ടുണ്ട്? കുടിച്ചിലൊക്കെ കെട്ട് ഡ്രഗ് അടിച്ച് ബീഡിയും വലിച്ച് മൂക്കിപ്പൊടിയും വലിച്ച് തത്രപ്പെട്ട് കല്യാണം കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കേ. തത്രപ്പെട്ട് മക്കളുണ്ടാക്കാൻ, തത്രപ്പെട്ട് ജോലി ഉണ്ടാക്കാൻ ജീവന ദൈവത്തെ സമയത്ത് നടക്ക്. ഒരു തലയ്ക്ക് വിവരാത്ത കുണി എല്ലാം വെട്ടികൾ അരുന്ന് കൂട്ടി വാങ്ങുന്നത് എന്തുകൊണ്ടാ? സ്വന്തം മക്കൾ വരെ അരുന്ന് കൂട്ടി വാങ്ങിയിട്ട് നിങ്ങൾക്ക് കരയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ സോഷ്യൽ ആന്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും സോഷ്യൽ ആന്റി ക്രൈസ്റ്റ് ഹിന്ദു, സോഷ്യൽ ആന്റി ക്രൈസ്റ്റ് മുസ്ലിംസാണ് നിങ്ങൾ. തലയ്ക്ക് വിവരമില്ലാത്ത വെട്ടികൾ. ജീവന ദൈവ സമയത്ത് ഞാൻ എന്തൊരു പേഴ്സിന് വരുമ്പോഴാണ് പെണ്ണ് ചെയ്തിട്ട് കിസ് ചെയ്ത കാര്യങ്ങൾ വരേണ്ട നേരത്ത് വരാം. അപ്പോഴാണ് മക്കളുണ്ടാക്കാൻ ഒരു മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതൊക്കെ അങ്ങനെയൊക്കെ വരണത്. അല്ലാണ്ട് മനുഷ്യരെ വ്യത്യാസം മനസ്സിലാക്കുക. അല്ലാണ്ട് ഇവിടെ ദേഷ്യം പറഞ്ഞ എന്ത് നിങ്ങൾ വിഡിത്തം. ഏത് തലയ്ക്ക് വിവരമില്ലാത്ത ആദിവാസികൾക്ക് കണ്ണിൽ പൊടിയിടണം നിങ്ങൾ? അവര് ഗുഡ്കിയും ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നടക്കണവരാണ്. അത് വ്യത്യാസമുണ്ട്. അത് ഉണ്ടാവാണ്ട് പറയുന്നത് വ്യത്യാസമുണ്ട്, അത് ഉണ്ടായിട്ട് പറയുന്നതല്ല. ഏത് ഹിന്ദു, ഏത് വെഡ്ഡി ആന്റി ക്രൈസ്റ്റ് ഹിന്ദു, ഏത് വെഡ്ഡി ആന്റി ക്രൈസ്റ്റ് മുസ്ലിംസ് റോമൻ കാത്തലിസ്റ്റ് അടുത്തോടെ പോയിട്ട് അവർ മുങ്ങി നിവരോ? ബാപ്റ്റിസം ചെയ്യോ? ഇല്ല. 3 തുള്ളി വെള്ളം ഒഴിക്കും. ജീവനാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ആരോപിക്കണം. ഓണം എന്ന് പറഞ്ഞ വൃത്തികെട്ട ഫെസ്റ്റിവൽ ഞാൻ ആഘോഷിക്കാനേ പോയിട്ടില്ലല്ലോ. എപ്പോഴും കാണണ്ട ഞാൻ ഹിസ്റ്ററിയിൽ ഞാൻ അവിടെ നിന്ന് ഓണത്തിന് വേണ്ടി ചെയ്യുന്നത്. ഒരു തലയ്ക്ക് ഇവരുടെ ഏതോ വീട്ടിൽ സ്വപ്നം കണ്ടിരിക്കണേ. മലയാളത്തിലെ ഒരു ഫെസ്റ്റിവലും ഞാൻ ആഘോഷിക്കാൻ പറ്റില്ല. ഇത്ര വർഷം തീർന്നു. ഒരു ഓണം എന്ന് പറഞ്ഞ വീഡി ഫെസ്റ്റിവല് മുസ്ലിംസിന് പോലത്തെ മുസ്ലിംസും കുമ്മുട്ടി കൊഹലാലൊക്കെ ഇത് ആഘോഷിക്കും. തലയ്ക്ക് ഇവരാത്ത റോമൻ കാത്തലിക്സിന്റെ പോലെ. എന്നിട്ട് കുറെ വിഷുവും ഓണം ഒരു വിഷു എന്ന് പറഞ്ഞ വെഡ്ഡി എന്ന് വെച്ചാൽ അവരെന്റെ അടുത്ത് വന്ന് സംസാരിക്കണ്ടേ? എന്നാലും അങ്ങോട്ട് സംസാരിക്കേണ്ട കാര്യമുള്ളൂ ഈ വെഡ്ഡികളോട്. ഇവരൊക്കെ ആർക്കും ആവശ്യം? എനിക്ക് ആവശ്യമില്ല. വെഡ്ഡികൾക്ക് ആവശ്യമുണ്ടോ? കുറെ വെഡ്ഡി ഓണം എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ കാണിക്കും തൈറോയ്ഡ് ചെയ്യുന്ന പറയുന്നത് ഞാൻ പോയിട്ടില്ലേ. അങ്ങനെ ചെയ്യാതെ ചെയ്യുന്ന പറയുന്നത് ചെറിയ ഒരു എനിക്ക് വലിക്കലും കാണാനും ഓണത്തിനും ഇതിനും ഞാൻ പോയിട്ടില്ലേ. കുറെ വള്ളം കളി, കുറെ പൂരം, ഇങ്ങനത്തെ വിഡിത്തങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ വന്ന് സംസാരിച്ചാൽ അങ്ങോട്ട് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. കുറെ ഗൂണ്ടുകളും കാണ്ടുകളും കുറെ വിഡ്ഡികളും കുറെ വിഡ്ഡി ഹിന്ദുക്കളും ആന്റി ക്രൈസ്റ്റ് ഹിന്ദുക്കളും ചെയ്യണ വിഡിത്താണത് അല്ലേ?
ഇതുവരെ എൻ്റെ ലൈഫിൽ നീ ഏത് വിഡ്ഢിയായാലും കണ്ണിൽ പൊടിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു വിഡ്ഢി ഫെസ്റ്റിവൽ ഓണാ, ഒരു വിഡ്ഢി പൂര, ഒരു വിഡ്ഢി വിഷുവാ, ഒരു ആന്റി ക്രൈസ്റ്റ് നശ്വരമായ സ്ത്രീകളെയും നശ്വര മനുഷ്യരെയും നശ്വരമായ ഹ്യൂമൻസ് നശ്വര മൃഗങ്ങളെ ആരാധിക്കണ ഒരു വിഡ്ഢി ഫെസ്റ്റിവൽ ഞാൻ സപ്പോർട്ടല്ല. ഞാൻ ഒരിക്കലും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. എന്തുകൊണ്ട് പോകാത്ത? എനിക്ക് വിവരം ഉണ്ടോ? വിഡ്ഢി ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ അതല്ലാതെ എനിക്കറിയാം. ഏത് ക്ലീശാണ് അതിൻ്റെ അടുത്ത് പോകാതിരിക്കണം? വിഡ്ഢി കുറെ വിഡ്ഢി റോമൻ കാത്തലിക്സിന് കൂടെ നടന്നിട്ടുള്ളത്, ഗുഡ്കിയും ബീഡി വലിച്ച്. അങ്ങനെയാണെങ്കിൽ ആ വിഡ്ഢിയാമാരെ എൻ്റെ മുഖത്തേക്ക് സംസാരിക്കും. ചെറുപ്പത്തിന് മുതൽ 2 വയസ്സ് തൊട്ട് എപ്പോഴും തൊട്ടാണെങ്കിലും മുഖത്തേക്ക് സംസാരിച്ചിട്ടുണ്ടത് ഇല്ല. വിഡ്ഢി ഹിന്ദുവാ, വിഡ്ഢി മുസ്ലിംസാ, വിഡ്ഢി റോമൻ കാത്തലിക്സാ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അതുകൊണ്ട് പിന്നെ എനിക്ക് എന്തിനാ അവരാവശ്യം? കുറെ വിഡ്ഢികൾക്ക് ആവശ്യമുണ്ടോ? കുറെ ഇങ്ങനെയാണ് ഡയബറ്റീസ് കാരണം പറയണെന്ന് വെച്ചാൽ 2 വയസ്സ് തൊട്ട് ഡയബറ്റീസ് ഉണ്ടായിരുന്ന ഈ വിഡ്ഢി പെട്ട തലേനോട് ഞാൻ പറയാറില്ലല്ലോ ഈ വിഡ്ഢി ഞാൻ തുടരുത്, കാര്യങ്ങൾ വിഡ്ഢിത്തം കാണിക്കരുതെന്നുള്ള രീതിയിൽ പോയി അത്രമലയാളി പറയാറില്ലല്ലോ. ഇത്ര അറിയില്ലെങ്കിൽ അറിയാം, പറയാൻ വരേണ്ട സമയത്ത് വരും. ഒരു 30 സമയത്ത് വരേണ്ട സമയത്ത് ആ സമയത്ത് തുടങ്ങാം. ഒരു 14 ചെയ്യാൻ പാടില്ല. 21 വയസ്സിൽ ബാപ്റ്റിസം മുങ്ങി നിവരേണ്ട കാര്യമൊക്കെ വരുമ്പോൾ 21 ഡേറ്റിൽ അത് ഞാനയുടെ ബർത്ത് മന്ത് അല്ലാതെ വരുമ്പോൾ ഒരു വെഡ്ഡി ഓണാഘോഷിക്കണവരാ വിഷു ആഘോഷിക്കണ എൻ്റെ മുഖത്ത് സംസാരിച്ചാലേ ഞാൻ തിരിച്ച് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഈ വെഡ്ഡികളാ എന്തിന്റെ ആവശ്യമുള്ളവരെ കൊണ്ട്? ഇങ്ങനെ കുടിക്കാൻ കഴിച്ച് പോയി നടന്നിട്ട് അതാണ് നടക്കും. അതാണ് തത്രപ്പെട്ട് കല്യാണം കഴിക്കാൻ പാടില്ല, തത്രപ്പെട്ട് മക്കളുണ്ടാക്കാൻ പാടില്ല, തത്രപ്പെട്ട് ജോലി ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയണേ. എന്നിട്ട് ആ വെടിത്തത്തിലാണ് തുടരും. ജീവനോട് സമയത്ത് നടന്നോളും. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഏത് സ്ഥലത്തായാലും 4 വർഷം എവിടെയെങ്കിലും ആയാലും 4 വർഷം ഇവിടെ കുറച്ച് എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും സഞ്ചരിക്കണേ ഒരു ഉയരം കൂടിയ വിഡ്ഢി അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ വിഡ്ഢി ആരെങ്കിലും ആയിക്കോട്ടെ, ദേഷ്യം വരണമെങ്കിൽ പുഞ്ചിരി വരില്ല എന്ന് പറഞ്ഞു. ഒരു ഉയരം കൂടിയ വിഡ്ഢി കുറെ എണ്ണ വൃത്തിയുടെ 75 ബോയ്സ് വേണ്ടേ, കുറെ ഒരു 4 വർഷം 400 ബോയ്സ് പുറത്ത് എന്തൊക്കെ നടക്കണു. ഒരു ഉയരം കൂടിയ വിഡ്ഢി അല്ല ഉയരം കുറഞ്ഞ വിഡ്ഢി കണ്ടാൽ മനസ്സിലാവും അവിടുത്തെ ആരാന്ന്. അതുകൊണ്ട് തന്നെ മുഖത്ത് നോക്കി ഗുഡ് കഴിച്ച, വീടി വലിച്ച, സിഗരറ്റ് വലിച്ച, കുടിച്ചോന്ന് എന്തൊരു കുപ്പി ഒന്ന് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ഇരിക്കാനോ ഗുഡ്ക ഡ്രഗ് അടിക്കാനോ ഒന്നും എൻ്റെ അടുത്ത് വന്ന് ഇരിക്കാനുള്ള ധൈര്യമില്ലല്ലോ. ഒരു ചിടുങ്ങായിക്കോട്ടെ, ഉയരം കൂടിയവരോ എൻ്റെ അത്ര ഉയരം ഉണ്ടായിക്കോട്ടെ, ഇപ്പൊ ഒരു സമപ്രായക്കാരന് വരെ എൻ്റെ മുഖത്ത് നോക്കി അതാണ് പേര് വിളിക്കാൻ തന്നെ നാണല്ലേ, പേര് വിളിക്കാൻ തന്നെ ധൈര്യമില്ല. എന്നിട്ട് കുറെ കുരുട്ട് വാക്കുകൾ എന്തെങ്കിലും വായിന്ന് വരുമോ മുഖത്ത് നോക്കി? ഇല്ല, അതും ഇല്ല, എപ്പോഴും കണ്ടണ്ട. അതുകൊണ്ട് പറയണേ ഈ വിഡ്ഢികളെ ഞാൻ ഇങ്ങോട്ട് സംസാരിക്കാത്ത വിഡ്ഢികള് അടുത്ത് വന്നിരുന്ന് പെണ്ണിനങ്ങളെ കുറിച്ച് സംസാരിക്കാനാ, എത്ര പ്രായം തീർന്നു, എന്തൊക്കെ തീർന്നു, ആണുങ്ങളെ കുറിച്ച് സംസാരിക്കാനാ, അല്ലെങ്കിൽ കുടിക്കണ കുറിച്ച് സംസാരിക്കാനാ, കഴിക്കണ കുറിച്ച് സംസാരിക്കാനാ, ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് അവർ പറയണില്ലാന്ന്. ഉണ്ടായിട്ട് പറയണവർ പറയില്ല, അത് പറഞ്ഞവർ പെടും. അതൊക്കെ പറഞ്ഞു തീർന്നിട്ടായിരുന്നു. എന്നിട്ട് കുറെ ആദിവാസി സ്ത്രീകളെ ഈ കണ്ണിൽ പൊടിയുടെ അവർക്ക് തലയ്ക്ക് വിവരമില്ല. ആ വിഡ്ഢികളെ ഈ വൃത്തികെട്ട ഉയരം കൂടിയ ആൺകുട്ടികളും ഉയരം കുറഞ്ഞ ആൺകുട്ടികളും ഇപ്പൊ അവര് പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ? ഇങ്ങനെയുള്ളവർ ഞാൻ എന്ത് പറഞ്ഞ് ശരിക്കുള്ള കാര്യം പറഞ്ഞ് ബോധിപ്പിക്കണം? ഇങ്ങനെയുള്ള വിഡ്ഢികളെ എൻ്റെ മുഖത്തേക്ക് ഗുഡ്ക കഴിക്കുക, ഹാരിസ് എന്ന് വിളിക്കാനുള്ള ധൈര്യമില്ല, മറ്റേത് അല്ലെങ്കിൽ ഗുഡ്ക കഴിക്കുക എന്ന് പറയാം, എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും അടുത്ത് വന്ന് ഇരിക്കാൻ തന്നെ ധൈര്യമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യം? ഇങ്ങനെയുള്ള ആന്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്കും ആന്റി ക്രൈസ്റ്റ് ഹിന്ദുവും ആന്റി ക്രൈസ്റ്റ് മുസ്ലിംസും എല്ലാ വക കുമ്മുട്ടി കോഹലാലും കുടിച്ച് ഗുഡ്കിങ് കടിച്ച് ശുപാർശ ചെയ്ത്, നിങ്ങളുടെ ഭാഷ ശുപാർശ കുടിച്ച് ലക്ക് കെട്ട് കുടിച്ച് ആരും പറയിപ്പിച്ച് മാത്രം മണ്ട ഡയലോഗാണ്. കുരുട്ട് മോന്ത കണ്ട് വളർന്നു വരണ കണ്ടറിയാം അതാണ്. അതുകൊണ്ടാണ് കോപ്പി ചെയ്യണേ. ഇവിടെ ആരും പറയിപ്പിച്ചിട്ടല്ല പറയണേ, സ്വന്തം ജീവിതത്തിലുള്ള കാര്യം പറയണേ. മനസ്സിലാക്കാൻ പഠിക്കടി വ്യത്യാസം. അല്ലെ കുറെ തേവടിച്ചികളും കുറെ ജീവനില്ലാത്ത ആരാധിക്കണ വിഡ്ഢികളെ പോലെ ആവും നിങ്ങൾ മുമ്പിൽ നടന്ന പോലെ. എന്നിട്ട് ഈ വിഡ്ഢി കുടിച്ച് നടന്ന ഉയരമുള്ളവരായാലും ഉയരം കുറഞ്ഞവരായാലും തടിച്ചവരായാലും കുടിച്ച് ലക്ക് കെട്ട് കുടിച്ച് ഇങ്ങനെ നടക്കണത് എൻ്റെ അടുത്ത് വരണല്ലേ. എൻ്റെ അടുത്ത് പിടിച്ചാട്ട് നടക്കുക, കൊടിക്കുക, പേടി കഴിക്കുക, ഉയർക്കുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു വൃത്തികെട്ട ലാംഗ്വേജ് ആണ്, വൃത്തി ഭാഷയോ വൃത്തികെട്ട സൗണ്ടിൽ എൻ്റെ അടുത്ത് സമീപിക്കാൻ വന്നിട്ടില്ലേ, എന്നോട് ധൈര്യം കാണിച്ചിട്ടില്ല. പിന്നെ എന്തിട്ട് ഒരു ഹിന്ദിക്കാർ വരെ വന്നിട്ടില്ലേ. പിന്നെ എങ്ങനെയാണ് ഗാംഗ് ബോയിന്റ് പറഞ്ഞത് എനിക്ക് കൊള്ളാം. അങ്ങനെയുള്ള വിഡ്ഢികളോട് ഞാൻ എന്ത് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. അതാണ് പ്രാർത്ഥന, പ്രയർ എന്ന് പറയുന്നത്. പ്രയർ എന്ന് പറയുന്നത് ജൽപ്പനി ചുമമാലും ജീവൻ്റെ അകത്ത വിഗ്രഹങ്ങൾ മരിച്ചുപോയൊരു ആരാധിക്കുന്നതാണ്.
അത് ജീവനുള്ള ദൈവത്തിന് അരോചകമാണ്. അതാണ് സമയത്തിന് കാലത്തിനനുസരിച്ച്, എൻ്റെ കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് നടക്കുന്നത് വെഡ്ഡി. നീയൊക്കെ നിന്റെ വെളുത്ത മോന്തയാണെങ്കിൽ കറുത്ത മോന്തയാണെങ്കിലും ചാവാൻ പോണ്ട നാവിന്ന് പറയുന്ന ശോഷിച്ച അവസ്ഥ കണ്ടറിയാം, ശോഷിച്ച നാവ് കണ്ടറിയാം. നീ ചാവാൻ കണ്ട വെഡ്ഡിയാന്ന്. ഇങ്ങനെ ധൈര്യം ഇല്ലാണ്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? നീ പറഞ്ഞ ശോഷിച്ച അവസ്ഥയ്ക്ക് തിരിച്ച് അങ്ങനെയാണോ പറയണേ? അല്ല, നീ നിന്റെ ശോഷിച്ച അവസ്ഥ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, അല്ലെങ്കിൽ നിന്റെ ശോഷിച്ച അവസ്ഥ നിന്റെ ശോഷിച്ച നാവ കാണിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ? അല്ലാണ്ട് ആ വാക്കെന്നെ തിരിച്ച് പറയാൻ പോയാ ഞാൻ എന്തുകൊണ്ട് പറയാത്ത? ഒരു ഉയരം കുറഞ്ഞ വിഡിയും ഉയരം കുറഞ്ഞ എന്നോട് പറഞ്ഞില്ലേ പേര് വിളിക്കാൻ തന്നെ വരാറില്ലേ, ഗുഡ് കഴിക്കാം, വീട് വലിക്കാം. ഇതുവരെ ഇപ്പൊ എത്ര വർഷം തീർന്നു? 25 തീർന്നോ, 36 വർഷം തീർന്നോ, 30 വർഷം തീർന്നോ? ഒരു ആൺകുട്ടി ആയിക്കോട്ടെ, ആൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല തന്നെ, ആണത്വം ഇല്ലാത്ത ആൺകുട്ടി ആയാലും പെണ്ണത്വം ഇല്ലാത്ത പെണ്ണ് എൻ്റെ അടുത്ത് വന്ന് ഗുഡ് കളിക്കാൻ, ഹയർ സ്റ്റഡിക്ക് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ, എന്തെങ്കിലും വിഡ്ഢിവായത്തരം എന്ന് പറയാം. ഒരു വിഡ്ഢിത്തരം കാണിച്ചിട്ടില്ലേ, ധൈര്യം കാണിച്ചിട്ടില്ലേ? പിന്നെ എന്തൊരു വിഡ്ഢിത്തരാണ് അവിടെ ഇവിടെയും പറയുന്നത്, എങ്ങനെ പിന്നെ എനിക്ക് കൊള്ളാം. അങ്ങനെയുള്ളവരോട് എനിക്ക് എന്ത് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എങ്ങനെ വിഡ്ഢികളോട്. ഈ ആണത്വം ഇല്ലാത്തൊരു ശോഷിച്ച വാക്കുകളും അവിടെ ഇവിടെ പറഞ്ഞ് നീ മുഖത്ത് നോക്കി പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം, അല്ലെങ്കിൽ നിന്റെ ശോഷിച്ചാവസ്ഥ നിന്റെ ശോഷിച്ച നാവ് കാണിക്കണം ഞാൻ പറയുള്ളൂ. പാതിരികൾ കിടക്കുന്നുണ്ട്, പാതിരികൾ ഒരു കൂട്ടുണ്ടല്ലോ, ഒരു 1 മില്യൺ, അതിന്റെ ആവശ്യമില്ലാതെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അവർ കുക്കിങ് കഴിച്ച് അവരൊക്കെ അവരുടെ വൃത്തികെട്ട സെമിനാരിൽ എന്തൊക്കെ ചെയ്ത് നടക്കുന്നത് ആർക്കറിയാം? ഉമ്മ പറഞ്ഞ് കൂട്ടതാണ് നടക്കും. അതുപോലെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല എനിക്ക്. നന്നായിട്ട് ബൈബിൾ എഴുതിച്ചത് എനിക്ക് കാണപ്പാടാ. ജനിച്ച 2 വയസ്സ് തൊട്ട് ഈ വിഡ്ഢിയാനോട് ഞാൻ പറയുന്നുണ്ട്, പെട്ടത്തലേനോട്. ഏത് ഭാഷയിലാണെങ്കിലും അത് ഫൂററിയോടെ ഒരു തലെത്തുമ്പോ 34 ഇതുപോലെ വരും. ഒരു വിഡ്ഢിയാൻ അങ്ങനത്തെ ആ രീതിയിൽ വരുമെന്ന് പറയാം. ബൈബിൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പാതിരികളുടെ ആവശ്യം ഇല്ല, വെറുതെ നിന്ന് ചെയ്യുന്നത് വെറുതേക്കാണ്, അത് ചെയ്യരുതെന്ന് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തിട്ട് ആഡ് ചെയ്തോണ്ടിരിക്കണേ? മുങ്ങി നിവരണം, അല്ലാണ്ട് കിണ്ടിന്ന് 3 തുള്ളി വെള്ളം ഒഴിക്കുന്നതല്ല. ഒരു മധ്യസ്ഥനുള്ളൂ, മഹാപുരോഹിതൻ യേശു, ഒരു പരിശുദ്ധനുള്ളൂ. അല്ലാണ്ട് മനുഷ്യരും നശ്വരമായ സ്ത്രീകൾ, കന്യകയിൽ എന്താ പ്രസവിച്ചെന്ന് പറയണേ കടിഞ്ഞൂലാണ്. അതുകൊണ്ട് റോമൻസ് ആയാലും എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് കുറെ മക്കളുണ്ടായി, 7 മക്കളുണ്ടായിട്ട് ലാസ്റ്റ് ആയിട്ട് എല്ലാവരും ജനിച്ചേക്കണേ. അത് എല്ലാം ഹിന്റാണ് കാണിച്ചേക്കണത്. എന്തുകൊണ്ട്? സെക്കൻഡ് കമ്മിങ് വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ വിഡ്ഢികള് 2000 വർഷം മുമ്പ് ഞങ്ങൾക്ക് മുങ്ങി നിവരാൻ പേടിയാ. 3 തുള്ളി വെള്ളം ഒഴിച്ച് പാതിരികളെ കൊണ്ട് റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്ത് വിഗ്രഹങ്ങൾ ഞാൻ ജീവനില്ലാത്തതിനൊക്കെ ആരാധിക്കും. ഇത് എന്തൊരു കാര്യമാണ് ഇത്? 2000 വർഷം മുമ്പ്, 1500 വർഷം മുമ്പ് തുടങ്ങിയത്. അത് 550 AD തൊട്ട് ആന്റി ക്രൈസ്റ്റ് ഹിന്ദുസിന്റെ കൂടെ, ആന്റി ക്രൈസ്റ്റ് മുസ്ലിംസിന്റെ കൂടെ. നാണം കെട്ട ലൈഫ് എന്ന് പറയാൻ പറ്റില്ല തന്നെ, ശോഷിച്ച അവസ്ഥ. അങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഡ്ഢികൾ എൻ്റെ അടുത്ത് വന്ന് ശോഷിച്ച അവസ്ഥയിൽ പറഞ്ഞാൽ എനിക്ക് തിരിച്ചങ്ങനെ ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ, തിരിച്ച് വാക്ക് പറയണം. അപ്പം ഞാനെന്ത് പറയണേ? നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ നിങ്ങൾ ശോഷിച്ച നാവ് കാണിക്കണേ. അല്ലെ അപ്പോൾ അവിടെ ഇവിടെ പറയേണ്ട, എൻ്റെ മുഖത്ത് നോക്കി പറയാം, മുഖത്ത് നോക്കി പറയും. തത്രപ്പെട്ട് കല്യാണം കഴിക്കാൻ, തത്രപ്പെട്ട് മക്കളുണ്ടാക്കാനും, തത്രപ്പെട്ട് ജോലി ചെയ്യാൻ കല്യാണം പോലെയല്ല. ജീവനുള്ള ദൈവ സമയത്ത് നടക്കുക, അതിനു വേണ്ടി ചെയ്യണേ. വ്യത്യാസം മനസ്സിലാക്ക്. കാരണം നിന്റെ പോലത്തെ വിഡ്ഢി ഡേറ്റിലല്ല ഞാൻ ജനിച്ചിരിക്കണത്, അല്ല അതനുസരിച്ചല്ല ഉണ്ടായിക്കണേ. ഏത് സമയത്ത് എന്താ നടക്കണം ആ രീതിയിൽ നടക്കണേ. അവിടെ കുറെ വിഡ്ഢിയന്മാർ എന്തൊക്കെ പറഞ്ഞു, അതുപോലെ വിഡ്ഢിത്തരം നാവുകൊണ്ട് പറഞ്ഞാൽ സ്വന്തം ധൈര്യം ഇല്ലാത്ത ശോഷിച്ച അവസ്ഥ കാണിക്കണം. അതിന് ജീവിതം എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ക്ലീഷോകൾ അവരൊക്കെ കുടിച്ച്, അമിതാഭ് ബച്ചൻ്റെ സിനിമകളെ, ഏത് കുമ്മുട്ടിയുടെ സിനിമകളെ കുടിച്ചിലൊക്കെ ഗ്രൂപ്പായിട്ട് നടന്ന ഒരു വളഞ്ഞ ഡ്രസ്സ് ഉണ്ട്, അത് കുളിക്കാണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ചില്ല നിറഞ്ഞ് ബീഡിയും വലിച്ച് കുറച്ച് ശുപാർശ ചെയ്ത് ഡ്രഗ് അടിച്ച് കുട്ടി കഴിച്ച് നടക്കണവരാണത്. വ്യത്യാസം മനസ്സിലാക്ക്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇല്ലാണ്ടായി പോണേ. ചെറുപ്പത്തിലോട്ട് ഗുഡ്കയുടെ കൂടെ ഡ്രഗ് അടിച്ച് കുടിച്ച് ബീഡിയും കുടിച്ച് നടക്കണോണ്ടാണ് അവരുടെ ശരീരത്തിന് കുരുട്ട് മോന്ത കിട്ടണേ. ആ കുരുട്ട് മോന്ത കാരനാണ് ഇല്ലാണ്ടായി പോണേ. ആ കുരുട്ട് മോന്ത പറയണ വിഡിത്തം നിനക്ക് റിപ്പീറ്റ് ചെയ്യാനൊക്കെ നാണ് അവരുടെ വിഡ്ഢി. അതുകൊണ്ടാണ് അവര് 5-1 എന്ന ഡേറ്റിൽ 5 കഴിഞ്ഞ ഫേക്ക് ബർത്ത് ഡേറ്റ് ആണ്. 5 കഴിഞ്ഞ -1 അതല്ല. 5-1 അത് കുമ്മുട്ടിയുടെ ബർത്ത്ഡേ എല്ലാത്തിനും ഒരുമിച്ച് കിട്ടുന്നത്. അല്ലെ കുമ്മുട്ടി പറയുക ഒരുമിച്ച് കിട്ടുന്നത് അതുകൊണ്ടാന്ന് പറയോട് വിഡ്ഢി. ഷൂർഖാൻ പറയോ? അതുകൊണ്ട് തന്നെയാണ്
ഈ മണി എന്ന് പറഞ്ഞ് രണ്ട് അപ്പുറത്ത് മറിച്ച് ദീപയുടെ താട് ദീപ എന്ന് പറയുന്നത് മോളുടെ മോളാ. അത് പൊന്നിക്കടയിൽ മൂത്തതായിട്ട് കണക്ക് കൂട്ടില്ല. മൂത്തതായി ഞാൻ വന്നേക്കണേ. അപ്പൊ ദീപയുടെ ഞാൻ എടുക്കേണ്ട ദീപിക എന്നുള്ളത് ദീപ എന്നുള്ളത് ഫേക്ക് ബർത്ത് പേരാണ്. അതിന്റെ പേര് വേറെ എന്തോ ആണ്. മണിയുടെ ബർത്ത്ഡേ മണിയുടെ 26 എന്നുള്ളതല്ല ബർത്ത്ഡേ, വേറെ എന്തോ ആണ്. ഈ മണി എന്ന് പറയുന്നത് ഇമ്മൻ ഇപ്പുറത്ത് മറിച്ചിട്ട ഇമ്മൻ എന്ന് വരും. അതുകൊണ്ടാണ് ഇമ്മൻ എന്ന് പറഞ്ഞ എന്താ ഇമ്മാനുവലിനെ കാണിക്കണം. ഇമ്മൻ അത് പ്രയർ, എന്താ പറയാ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രയർ എന്ന് കാണിക്കുന്നതാണത്. അത് മനസ്സിലാക്കി. ഇമ്മന്റെ മീനിങ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കെ. ഏറ്റവും ശ്രേഷ്ഠമായ പ്രയർ, പ്രാർത്ഥന, സ്തുതി, അതിനെയാണ് ഇമ്മൻ എന്ന് പറയുന്നത്. അതിനെയാണ് മനി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിടുക. അതിന്റെ പേര് വേലായുധം എന്നായത്. പാട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതിന്റെ ഹിന്റ്. വേലായുധം എന്നങ്ങടാണ് കുരുട്ട് മോന്തയുടെ ഇത്ര ഉയരമുള്ള വിഡ്ഢിയുടെ പേര്. അതുകൊണ്ടാണ് 2 വെച്ചാൽ 288 ദീപ എന്നുള്ളത്. ദീപിക എന്നല്ല, അതല്ല. കോനിക്കയുടെ അതിൻ്റെ അടുത്ത് വരുന്നതാണ്. അതിൻ്റെ എല്ലാം കണക്കാണ് കോനിക്ക ആ രീതിയിൽ വരണേ. പടുക്കോ എന്നുള്ള സ്ലീപ്പ് ചെയ്യണ രീതിയല്ല. എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ നടക്കണം എന്ത് ചെയ്താലും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്നിട്ട് പിന്നെ ഈ ഇമ്മൻ എന്ന് പറയുന്നിട്ടാണ് നിങ്ങൾ എന്ത് വിടുത്ത എൻ്റെ മുഖത്ത് കാണിച്ചാൽ പെടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ആരും എൻ്റെ മുഖത്തേക്ക് പറയാൻ ഞാൻ വന്നിട്ടില്ലേ സോഷ്യൽ വാക്ക്. പിന്നെ എന്താണ് ഇമ്മൻ, അത് ശരി പറഞ്ഞു ഇല്ലേ. പിന്നെ എന്തിനാണ് 2888 ആ ബർത്ത് മന്തും ഡേറ്റും ഇയർ കൂട്ടി നോക്കുമ്പോൾ, ആ ഇയർ മാത്രം കൂട്ടി നോക്കുമ്പോൾ 1988 കാൽക്കുലേഷൻ കാണിക്കാണ്. 2യുടെ നടുക്കിൽ -6 ഡേറ്റ് അല്ല കാണിക്കണത്. കാൽക്കുലേഷൻ 1988 അതും 1 + 9 2 8 + 9 10 88 1 + 9 10 അതും 88 കൂട്ടുമ്പോൾ 26 2 കിട്ടണേ. ആ 26 അനുസരിച്ച് 2000 കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തും കച്ച് പൂച്ചിലുണ്ടായത് 26 എന്ന ഡേറ്റിലാണ്. അതുപോലെ സുനാമി ഉണ്ടായത് 26 എന്ന ഡേറ്റിലാണ്. 26 ജാനുവരി കച്ച് പൂജ്യം ട്വിൻ ടവേഴ്സ് ഉണ്ടായത് സുനാമി ഉണ്ടായത് 26 ഡിസംബറിൽ. അല്ലെങ്കിൽ ട്വിൻ ടവേഴ്സ് 9/11 അത് 20 എന്ന് കൂട്ട് നോക്കുമ്പോൾ 11 + 9 12 + നിമ്മിയുടെ ഇതെല്ലാം വരണേ. 12 വയസ്സിന് എനിക്ക് ഫെബ്രുവരിയിൽ 2001 2000 എനിക്ക് ആയി. ജിബിക്കും എനിക്കും ആയി. അതിനനുസരിച്ച് 31 രീതിയിൽ അവളുടെ ബർത്ത് ഡേറ്റ് ഇയർ കൂട്ടിയത് 31 ഡേറ്റിലാണ്. എൻ്റെ വർഷം 13 അല്ല, 13 ഓഗസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വരണേ. 15 ഓഗസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വരണേ. അവൾ 51 അല്ല. തിരിച്ച് മറിച്ച് എഴുതേണ്ട ആവശ്യമില്ല. 31 വയസ്സിൽ ആ വെഡ്ഡി ശോഷിച്ച ഇതിൻ്റെ അനിയനെ കിട്ടിയത്. അതങ്ങനെയാണ് ട്രെയിൻ എടുത്ത് ചാടിയത്. അത് ഫേക്ക് സിറ്റുവേഷൻ ആയിക്കോട്ടെ. 51 നിങ്ങൾക്ക് തിരിച്ച് കാണിക്കുന്നതല്ല. ആ ബർത്ത് ഡേറ്റ് ഫേക്ക് ബർത്ത് ഡേറ്റ് ആണ്. വിഡ്ഢികളുടെ ബർത്ത് ഡേറ്റ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കുക. അതുകൊണ്ട് പറയണേ, എനിക്ക് ഇങ്ങനെയുള്ളവർ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന്. എനിക്ക് ഇവരെ കൊണ്ട് എന്താ ആവശ്യം? തിരിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കുറെ വിഡ്ഢി ആദിവാസി സ്ത്രീകൾക്ക് അവർ തലയ്ക്ക് വെളിവില്ല. അവർ ഈ വിഡ്ഢിയാന്മാരെ ആണത്വമില്ലാത്ത ആണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് കാര്യമുണ്ട? അവർ എല്ലാ ദിവസവും രാവിലെ ഈ റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യാനും വിലയില്ലാണ്ട് ശോഷിച്ച വാക്കുകളും പറഞ്ഞ് ഈ ജീവില്ലാത്ത നശ്വരമായ ഹ്യൂമൻസിന്റെ പ്രതിമ, നശ്വരമായ സ്ത്രീകളുടെ പ്രതിമ, നശ്വര മൃഗങ്ങളുടെ പ്രതിമ, ജീവനുള്ള ദൈവമായിട്ട് ഒരു ബന്ധമില്ല. അതിന് തിരികൊളുത്താനേ പോണ ഈ ചെകുത്താബാധിതരായ വിഡ്ഢി സ്ത്രീകളും അതിനെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഈ ആണത്വമില്ലാത്ത ആണുങ്ങൾ പോണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇമ്മൻ അതൊട്ട് പ്രയർ ഒരു നല്ല ശ്രേഷ്ഠമായ പ്രാർത്ഥന. അത് പറഞ്ഞിട്ട് മണി അന്ന് വേലായുധം എന്നുള്ളതാണ്. അതിനെ ഈ ഓപ്പോസിറ്റ് മണി എന്നിട്ടാണ് ഇമ്മൻ എന്നാണ് വരേണ്ടത്. അപ്പോൾ ഈ ശോഷിച്ച വിഡ്ഢികളെ വിശ്വസിച്ചിരിക്കാൻ ഫേക്ക് മണ്ട ഡയലോഗും വിശ്വസിക്കാൻ നാണാവില്ലേ? അതുകൊണ്ട് ഞാൻ പറയണേ, എത്ര ഈ ഗ്ലീഷോ എന്ന് പറഞ്ഞ വെഡ്ഡികൾ ഗുഡ്കിയും കഴിച്ച് കുറെ കൂട്ടുകാർ അമിതാഭ് ബച്ചൻ്റെ സിനിമയും കുമ്മുട്ടിയുടെ സിനിമ കാണാൻ പോകുന്നതുകൊണ്ട് ഈ ഗണേശ ചതുർത്ഥിയും ദസറയും വൃത്തികെട്ട ദീപാവലിയും ആഘോഷിച്ച് ഗുഡ്കിയും കഴിച്ച് ബീഡിയും വലിച്ച് സിഗരറ്റ് വലിച്ച് നടക്കണ കാരണം ശുപാർശ അങ്ങോട്ട് ഗുഡ്ക സിഗരറ്റ് വലിക്കാൻ ഗണേശ ചതുർത്ഥി ആഘോഷിക്കാന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ വെഡ്ഡികളുണ്ട്. എൻ്റെ 10 വർഷത്തിലൊന്നും ആരും തോണ്ടി ഗണേശ ചതുർത്ഥി ആഘോഷിക്കാം, ദീപാവലി ആഘോഷിക്കാം, ദസറ ആഘോഷിക്കാന്ന് പറഞ്ഞ് വന്നിട്ടില്ല. എന്തുകൊണ്ട് വരാത്ത? ഈ ഇംഗ്ലീഷോടെ പിന്നെ തോണ്ടിയിട്ട് കുറെ ദസറയും ഗണേശ ചതുർത്ഥിയും കുറെ ദീപാവലി ആഘോഷിക്കാൻ പോയതുകൊണ്ടാണ് ഗുഡ്കിയും ബീഡിയും മൂക്കുപൊടിയും വലിച്ച് ഡ്രഗ് അടിച്ച് നടക്കണേ. അതുകൊണ്ടാണ് ഇറന്ന് കൂട്ടി ചത്തത്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതിൻ്റെ ഈ കുരുട്ടുമോന്തയുടെ അതേ മാമുക്കായുടെ കുമ്പയുടെയും കുമ്മുട്ടിയുടെ അതേ നമ്പറും ജനിച്ച ഇയറിൻ്റെ മോന്ത തന്നെയാണ് ആ എന്നിട്ടാണ് പെട്ടതലയിൽ റെയിൽവേന്ന് കിട്ടിക്കണേ. അതുപോലെ തന്നെയാണ്. അഥവാ അതുകൊണ്ട് ഞാൻ ഗണേശ ചതുർത്ഥിയും ദസറയും ദീപാവലിയും ഞാൻ ആഘോഷിക്കാൻ പോയിട്ടില്ല. അങ്ങനെയുള്ള ഗാണ്ടുകളാണ് അത് ആഘോഷിക്കാൻ പോവുക. ഹിന്ദുകൾ അങ്ങനെയുള്ള വിഡ്ഢികളാണ് കോണം ആഘോഷിക്കുക. എനിക്ക് കോണം കോണം എന്ന് പറഞ്ഞാൽ ഈ മാസത്തിലാണ് കേട്ടിട്ടുണ്ട്. ആരായാലും ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അവരൊന്നും കഴിക്കും. അതുകൊണ്ട് ഈ വിഡ്ഢികൾക്ക് ജീവനില്ലാത്ത ചെകുത്താൻ പ്രതിമ, ചെകുത്താൻ വിഡ്ഢിയും ശോഷിച്ച ചെകുത്താൻ എന്തിനാണ്
നശ്വരമായ സ്ത്രീയും പ്രതിമയും നശ്വര ഹ്യൂമൻസും നശ്വര മൃഗങ്ങൾക്ക് ആരാധിക്കാൻ നാണാവില്ലേ? എല്ലാ മുസ്ലിംസും റോമൻ കാത്തലിക്സും കുമ്മുട്ടിയും കോഹല ഷൂർഖാനും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. ചെകുത്താൻ വെഡ്ഡികളുടെ കൂമ്പാരം. എന്നിട്ട് കുറെ വിഷവും വിഷവും എല്ലാം കൂടി ആരാധിച്ച് ചെകുത്താൻ വെഡ്ഡികളുടെ കൂമ്പ് എല്ലാം ഒരു വെഡ്ഡിയും കുലിയാളികളായിക്കോട്ടെ മലയാളികളായിക്കോട്ടെ ഹിന്ദിക്കാരായിക്കോട്ടെ ഏത് ഹിന്ദുക്കളായിക്കോട്ടെ തോണ്ടി അങ്ങോട്ട് ഓണം ആഘോഷിക്കാം, മറ്റേത് ആഘോഷിക്കാം, മറ്റേ ദസറ ആഘോഷിക്കാം, അല്ല ദീപാവളി ആഘോഷിക്കാം, വിഷു ആഘോഷിക്കാം, വിഷം ആഘോഷിക്കാം, ചെകുത്താൻ വെഡ്ഡികളുടെ കൂമ്പാരം ആഘോഷിക്കാം, കൂരം ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് തോണ്ടി വന്നിട്ടില്ലേ. അതുകൊണ്ട് തന്നെ നല്ല ശ്രേഷ്ഠമായി നിൽക്കുന്നുണ്ട്. മനസ്സിലുണ്ടോ വെഡ്ഡി നിങ്ങൾക്ക്? ഞാൻ വിഡ്ഢികളുടെ മുന്നിലല്ല ബോധിപ്പിക്കേണ്ടത്, ജീവനുള്ള ദൈവത്തിന് മുന്നിൽ ബോധിപ്പിച്ചാണ്ടല്ലോ അത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഇതായിരിക്കും. മനസ്സിലാവും വിഡ്ഢി നിങ്ങൾക്ക്? നിന്റെ പോലെ വിഡ്ഢി ക്യാമറയുടെ മുന്നിലല്ല പ്രൂഫ് വയ്ക്കേണ്ടത്. എന്നിട്ട് കുറേ ഓണം കുറേ വിഷു അത് ആവശ്യിക്കാൻ തോണ്ടി ആരും പറഞ്ഞില്ല. അതുകൊണ്ട് ഈ ഓണത്തിനെ കുറിച്ചോ വിഷുവിനെ കുറിച്ചോ ഒരു കൂവേലിനെ കുറിച്ചോ കൂരത്തിനെ കുറിച്ചോ എനിക്കൊന്നും അറിയില്ല. അറിയാം, പക്ഷെ ഈ വിഡ്ഢിത്തത്തിൽ ഞാൻ പോവില്ല. ഇത് എത്ര വർഷം പറഞ്ഞിട്ടുണ്ട്. കുറേ വിഡ്ഢിയന്മാർ ഇറങ്ങിയിരിക്കുക. ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത വെഡ്ഡികൾ. ഞാൻ അന്ന് നല്ലോണം നിവർന്ന് നിന്ന് അന്ന് ഇപ്പോൾ ഉറങ്ങിയിട്ട് കുറക്കെ ഉറങ്ങിയില്ല. അപ്പം നിങ്ങൾ പറയുമ്പോൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ പറയുമ്പോൾ ബോധിപ്പിക്കാൻ ആര് നിൽക്കണു? ഒരു 6 മണി തൊട്ട് 6 മണി വരെ 11 മണി രാത്രി ഫുള്ളും പറഞ്ഞു വെള്ളം കുടിക്കാണ്ട്. പിന്നെ വെള്ളം കുടിച്ച് ഉറങ്ങിയിട്ട് 9:30 കഴിഞ്ഞിട്ട് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കി പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തു. അതും ജോലി ചെയ്യുമ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും ഈ മൂട്ടി നോട്ടതായിരുന്നു. എന്തെങ്കിലും കാര്യം ഉണ്ടായോ? വയനാട് പോലെ ആയിരുന്നു കുട്ടി വാങ്ങിയത്. വയനാട് മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഇത്ര വർഷം മൊത്തം ഉണ്ടായിട്ടും ഇത്ര വർഷം തീർന്നു അല്ല. സമയത്തിന് കാര്യത്തിനനുസരിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് വിഡ്ഢിയാന്മാരെ പോലെ ഞാൻ പറഞ്ഞു, ഞാനൊരു നിങ്ങൾ ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിഡ്ഢിക്കാൻ ചെറിയ 1 ലക്ഷത്തിൻ്റെ 3 ലക്ഷത്തിന് ആസ്തിൻ്റെ 1 ലക്ഷം ചെറിയ കാണില്ല ചുമരിൻ്റെ അടിയിൽ ഇവിടെയും ഇവിടെയൊക്കെ വയ്ക്കുക. എന്നിട്ട് എല്ലാത്തിനും ലക്ഷം ഫ്ലാറ്റും താഴെ എല്ലായിടത്തും കണക്ഷൻ പിടിച്ചോളാം ഞാൻ ചെയ്യുന്ന കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിഡ്ഢിയന്മാരല്ലേ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ്, ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസ്, ഈ വിഡ്ഢിയന്മാരുടെ ഈ വെഡ്ഡി കൊടുത്താണ് ഇത്. അപ്പോൾ ആ കണക്ഷൻ ഞങ്ങൾ കണ്ടോളാം. ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്ക, ഞങ്ങൾ ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസ് എന്നിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ പറയാം ഞാൻ പ്രസ്താവിക്കാം അവർ കാണുന്നുണ്ട്. അപ്പം അന്നും ചോദിക്കാൻ വന്നിട്ടില്ല ഇതിനെക്കുറിച്ച്, ഇന്നും ചോദിക്കാൻ വന്നിട്ടില്ല. സാധാരണ ഓണത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധാരണ ടൈം വരും. അപ്പോൾ ഞാൻ പറയാം എനിക്ക് ഇത് ആവശ്യിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ പോലെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ശോഷിച്ച എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്തേക്ക് സംസാരിക്കുക. എൻ്റെ മുഖത്തേക്ക് പറഞ്ഞിട്ടില്ലേ ശോഷിച്ചാവും നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ നിങ്ങളുടെ അല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ബുദ്ധിബോധമില്ലാത്ത വെഡ്ഡികൾ അവിടെ ഏതെങ്കിലും ക്ലീശകൾ ഇതുപോലെ പറയുമോ? കുടിച്ച് നടന്ന് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നടന്ന വെഡ്ഡികളാണ്. അവർ വെഡ്ഡിത്തത്തിൽ കൈയടിച്ച് അത് മനസ്സിലാക്കുന്ന ബുദ്ധി കാണിക്കുക. അത് ഈ സാധനം ഇവിടെ റെക്കോർഡായാലും ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ പോലെ ആൻറ്റി ക്രൈസ്റ്റ് വെഡ്ഡിയാന്മാരല്ല കേൾക്കാൻ പോണേ. ഇത് കേട്ടാലും ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനെ കുറിച്ച് ചോദിക്കില്ല. സാധാരണ പോലെ കാര്യം ചോദിക്കുമല്ലോ. ഇങ്ങനെ പല കുണ്ടന്മാരും നിങ്ങൾ ഗാണ്ടുകൾ ചെയ്യണ ഓണാഘോഷിക്കാനോ ഞാൻ വരാറില്ല എന്ന് പറയും. അപ്പം സാധാരണ കാര്യം അല്ലാണ്ട് അതുകൊണ്ട് പറയണേ സ്വന്തം കാര്യമാക്കി ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് ഈ സ്വന്തം സന്തോഷത്തോടെ സ്ട്രോങ് ആയിട്ട് ജീവിക്കണവരുടെ കയ്യിൽ നിങ്ങൾ വെഡ്ഡി തലയിടായിരുന്നു. ജോലി ചെയ്യുമ്പോഴും എല്ലാ വക ബൈബിൾ വായിക്കുമ്പോഴും ഈ മൂട്ടിന് വിടൽ തന്നെയായിരുന്നു. അയ്യോ പാവം ഒരു വെഡ്ഡിയാന്മാരും ഉണർന്നിട്ടില്ല ഇതുവരെ ഇങ്ങനെ ഇരിക്കുക. സ്പൈ ചെയ്ത് തെറ്റാണ് മനസ്സിലാക്കി കേട്ടോ. വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫ്. എന്നിട്ട് വിഡ്ഢിയന്മാരുടെ പോലെ എന്ന് പറയാൻ പറ്റില്ലേ. ആരും ഉണർന്ന് കഴിഞ്ഞിട്ടില്ലേ. നടക്കുമ്പോൾ ഉറങ്ങി നടക്കാനുള്ളവരാണല്ലോ പാവങ്ങൾ. ഈ ഭയങ്കര പാവങ്ങളാ വിഡ്ഢികൾ, ചെകുത്താൻ വിഡ്ഢികൾ. കിട്ടണ സമയത്ത് എല്ലാത്തിനും കിട്ടും. അല്ലാണ്ട് ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയുടെ അത് കൂടിയും പറയാം. അല്ലാണ്ട് വെഡ്ഡി കുറുഞ്ചിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ കാണിച്ചിരുന്ന പോലെയല്ല. വെഡ്ഡിയന്മാരെ കുരുട്ട് മോത കണ്ടറിയല്ലോ ചെകുത്താൻ ബാധിതരാന്ന്. ആ ഡോക്ടറും കൂട്ടറും ഒന്നുമല്ല റെയിൽവേ ജോസിയാരെന്ന് പറയാം. ഏറ്റവും വലിയ വെഡ്ഡി തന്തയും തള്ളയും പുഴവഴിച്ച് 95 വയസ്സിൽ സത്തതല്ല അൾസർ പിടിച്ച് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് 2 പേര് കോണിപ്പടിയിൽ നിന്ന് കോണിക്കാടൻ എന്നുള്ള വീട്ടുപേര് അപമാനമായിട്ട് ഉരുണ്ട് വീണ്. അത് സ്വന്തം എൻ്റെ മുഖത്തേക്ക് സംസാരിക്കാൻ അറിയാത്ത ആ വെഡ്ഡിക്ക് നല്ല മരയ്ക്ക് ഞാൻ വീട്ടിൽ ക്യാമറയുടെ കണക്ഷൻ എനിക്ക് തന്നെ എനിക്കും ഒന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂത്തതല്ലേ ഏത് കണക്ഷൻ അതിനല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് നോണ പറയാനാണെങ്കിൽ വീണ്ടും മരുന്ന് കൂട്ടി വാങ്ങും ഈ വെഡ്ഡി. അതുകൊണ്ട് പറഞ്ഞ കച്ചിപൂച്ചി പോട്ടെ, ട്വിൻ ടവേഴ്സ് പോട്ടെ, സുനാമി ഉണ്ടായത് വരട്ടെ. സുനാമി 26 ഡിസംബർ ഉണ്ടായത്. ഈ 25 ഡിസംബറിൽ ആഘോഷിക്കുന്ന ക്രിസ്മസ് അല്ല എന്ന് കാണിച്ചിട്ടാണ് ആ ഇയറിൽ 2024 10th സ്റ്റാൻഡേർഡിലാണ് ഞാൻ 58.8% കിട്ടുന്നത് എനിക്ക്. അപ്പോൾ അതും 13+8 ശ്രീദേവിയുടെ ഓഗസ്റ്റ് മാസത്തേതായിട്ട്
കണക്ഷനായിട്ട് കാണിക്കണം. അതായത് ജാനുവരിയും ആയിട്ട് ബന്ധമില്ല, കുരുട്ട് മാന്തളായിട്ട് ക്ലീഷുമായിട്ട് ബന്ധമില്ല, കുമുട്ടിയും കുമുക്കായിട്ട്. എന്നിട്ട് ഒരു ഡോക്ടറും പീറ്ററും എന്ന് പറഞ്ഞ് ശോഷിച്ച അവസ്ഥയ്ക്ക് മണ്ടൻ ഡയലോഗും പറയിപ്പിച്ച് ഇത്രയൊക്കെ നാണം കെട്ട് ജീവിക്കാനൊക്കെ നാണാവില്ലേ? ഒരു 26 എന്ന് പറഞ്ഞാൽ 2 + 6 7 8, 2 × 6 12 അല്ല കാണിക്കണം. 26 12 24 ഉണ്ടായ സാധനം സുനാമി ഉണ്ടായത്. ഇപ്പോൾ 2 × 6 12 12 24 കാണിച്ചിരുന്ന അങ്ങനെ അതല്ല, റോങ് കാൽക്കുലേഷൻ അത്. 1 + 2 3, 1 + 2 3, 2 + 4 6 36, അല്ലെങ്കിൽ 1 + 2 3 3 2 6 + 2 + 4 6 6 ആയാലേ. ആ ചെകുത്താൻ്റെ വെടിയുടെ നമ്പർ ഇല്ല അതിൽ. അതുപോലത്തെ 20 അതിൽ കിടക്കുന്നുണ്ട് 6 കെമിസ്ട്രി. എനിക്ക് +2 കിട്ടിയ മാർക്ക്, ഞാൻ വിചാരിച്ച മാർക്ക് തന്നെ. അതല്ല അത് കിട്ടേണ്ടത്, ഇത് കേട്ടിട്ട് തന്നെ. അതല്ല 2 ഇൻറ്റു അതുപോലത്തെ തന്നെ 6 2 + 4 6 8 വരണല്ലോ ഇവിടെ. 6 8 എന്ന് പറയുമ്പോൾ കേരള കാരണം വരണമെന്ന് കാണിക്കണം. അതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട് 6 8. കേരളയുടെ കോഡാണ്, പിൻകോഡിൻ്റെ തുടക്കത്തിൽ വരുന്നത്. അതല്ല കാണിക്കണം. ഈ 2 × 6 12 വരണല്ലേ. 12 00 സമയമാണ്, ടൈം അനുസരിച്ച് വരണേ അല്ലേ. വിഡിത്തെന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഷാ AH ഓഗസ്റ്റ് ഹാരിസ്, ഇടാൻ എന്ന് പറയുന്നത്. അതുപോലെ സെമൻ എന്ന് പറയുന്നത് ടൈമിന് സെമൻ ടൈം, ആ രീതിയിൽ വരണ ഇത് വന്നേക്കണേ. മലയാളം ഇൻസ്റ്റേറ്റ് കണക്ഷൻ ഉണ്ട്. സമയം എന്ന് പറഞ്ഞ പോലെ ഇടാൻ കടാൻ ഇപ്പോൾ പറയണ പോലെ തന്നെയാണ് വന്നേക്കണേ. ഷഹ എന്ന് പറയുമ്പോൾ AH ലാസ്റ്റിൽ ഒരു അപ്പോസ്ട്രോഫി കഴിഞ്ഞിട്ട് വരുന്നത് ഓഗസ്റ്റ് ഹാരിസ് ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ടൈമിനനുസരിച്ച് വരണമായിരുന്നു. 2 × 6 12 അല്ല, 12 എന്ന് പറഞ്ഞാൽ 00 സമയമാണ്. അത് കഴിഞ്ഞ് 12 ഡിസംബറിൻ്റെ മന്തിൻ്റെ 12 എന്ന് പറയുന്നത് 12:00 സമയമാണ് വരണത്. അത് 24 2024 ഡേറ്റ് ഇടുമ്പോഴും അത് 24 എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ 23 എന്ന സമയം 11 കഴിഞ്ഞിട്ട് വരണ നമ്പറിൽ 24, പക്ഷെ 00 എന്നാണ് കാണിക്കണം അല്ലേ. അതിൽ കാണിക്കുന്നത് അപ്പോൾ 00 സമയത്തിൽ 26 തന്നെ പ്രാധാന്യം വരണേ. ഡേറ്റ് 2888 1988 1988 288 2 + 8 9 10 1 + 9 10 + 88 എന്ന് പറയുന്നത് 26 വരണേ ഒരു കാൽക്കുലേഷൻ. ആ 2 × 6 2 + 6 7 8 കാണിക്കണം. 2 × 6 12 കാണിക്കണ്ട. ആ 8ഉം 2012 അല്ല 2004 അതിൽ കാണിക്കേണ്ടത് എന്താ, 24 എന്ന് കാണിക്കണം, 20 എന്ന് കാണിക്കണം, 8 എന്ന നമ്പറായിട്ട് കണക്ഷനായിട്ട് കാണിക്കണമായിരുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ എന്താ വേണ്ടി തന്നെ നിങ്ങളുടെ